ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസും കാര്യം ഇട്ടില്ലായിരുന്നു. നമ്മൾ ഡെയിലി വ്ളോഗ് അതിന് ഇടയിലുണ്ടായിരുന്നു ഈ ചാനലിൽ. നമ്മൾ 2 ദിവസമായിട്ട് പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്ത് ഇങ്ങനെ പോകാത്തത് കൊണ്ട് കണ്ടൻറ്റോ കാര്യം നമുക്ക് അങ്ങനെ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസും കാര്യം ഇട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് വീഡിയോസും കാര്യമൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തന്നെയാണെങ്കിലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വ്ളോഗും കാര്യമൊന്നുമല്ല പറയുന്നത്, നമ്മളെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മളെ ലൈഫിൽ കുറച്ച് മണ്ടത്തരങ്ങൾ നടന്നിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് വേറെ ഡിഗ്രിക്കോ കാര്യമോ കോളേജിലോ ഒന്നും പോകാണ്ട് ആദ്യം തന്നെ പോയത് ഈ അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ കമ്പ്യൂട്ടർ കൊമേഴ്സ് അല്ല, കമ്പ്യൂട്ടറിൻ്റെ അതൊക്കെ തന്നെ ഞാൻ PG ആണ് പഠിച്ചത്. നമ്മളപ്പം വിചാരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടി, അത് കിട്ടി, ലൈഫ് സെറ്റാണ്, അത് ഇതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കയറും. പക്ഷെ സംഭവം എന്തുണ്ടായെന്ന് വെച്ചാൽ നമുക്ക് +2 ഒക്കെ കഴിഞ്ഞ് 25,000 റുപ്യ കൊടുത്ത് ഇങ്ങനെ നമ്മളതിലും ജോയിൻ ചെയ്ത് ഫുള്ള് മാർക്കോടെ തന്നെ നമ്മൾ പാസ്സൊക്കെ ആയി. എന്നിട്ടോ ജോലി നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവും കാര്യമൊക്കെ വരുമ്പോൾ സാലറി ഇൻ്റർവ്യൂ കിട്ടി ഞാൻ സാലറി നോക്കുമ്പോഴോ 6,000 റുപ്യ, 7,000, 8,000, കൂടി മാക്സിമം 12,000 മാത്രം. അതിന് മേലോട്ട് പോകില്ല. അപ്പോൾ നമ്മളെന്തൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ നാട്ടിൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ പുറത്ത് പോയാലും ഇപ്പം കണക്കായിരിക്കും. പുറത്ത് പോയാലും ഇപ്പം എത്ര ഉണ്ടാകുക, 1,800, 2,000 ദിർഹംസിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഉണ്ടാവും ദുബായിലാണെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ നമ്മളൊരു മണ്ടത്തരം പറ്റിയത് പഠിക്കാൻ പോയെടുത്ത്. അപ്പോൾ എല്ലാവരും ഇനി മുന്നോട്ടേക്ക് നോക്കുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ എടുക്കുക വെറുതെ ആണ്. കാരണം ഇപ്പോഴത്തെ ഫീൽഡ് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഇതിലാണുള്ളത്. അക്കൗണ്ടൻ്റായിട്ടും ക്യാഷറായിട്ടും അത് ഇതൊക്കെ ആയിട്ട് വെറുതെ ഇറങ്ങിത്തിരിക്കുകയാണ്. മാക്സിമം എല്ലാവരും ബേക്കോ അല്ലേ തന്നെ ആവുന്നത്. പിന്നെ നമ്മളെ രണ്ടാമത്തെ മണ്ടത്തരം എന്താ വെച്ചാൽ, നമുക്ക് ഗൾഫ് കാണുന്ന ഭയങ്കര പൂതിയായിരുന്നു. അപ്പം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ പോകാനുള്ള വഴിയും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ മൈൻഡിൽ കയറി എന്താ, പണിക്കാണെങ്കിലും പോവാം, ഗൾഫിൽ പോവാം, ഒന്നില്ലെങ്കിലും സെറ്റിലാവുകയും ചെയ്യാം. അതേമനുസരിച്ച് നമുക്ക് ഗൾഫ് കാണാനും പറ്റുള്ള ഇതായിരുന്നു. അപ്പോൾ കിട്ടിയ വിസ ബഹ്റൈൻ കഴിഞ്ഞു. അപ്പം അതും കിട്ടിയ എന്താ വെച്ചാൽ കഫ്തിരി വിസ. നായി നയിക്കുന്ന പണിയായിരിക്കും കഫ്തിരിയിൽ ഉണ്ടാവുക. ഒക്കെ സംഭവിച്ചു, ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ച് കയറിപ്പോയി. നമ്മളെ കുടുംബക്കാർ വഴിയാണ് നമുക്ക് അവിടെ പണി കിട്ടിയിരുന്നത്. അവിടെ എത്തി നമ്മൾ എയർപോർട്ടിലേക്ക് ആളെ നമ്മളെ കൂട്ടാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ കൂട്ടാൻ വന്നിട്ടില്ല. നമ്മൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉറങ്ങാൻ റെസ്റ്റ് ടൈം ആയതുകൊണ്ട് മുതലാളി പോയി കിടന്നുറങ്ങി, ഇനി ടാക്സി വിളിച്ചു വരും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ വർത്താനം വന്ന് നമ്മൾ അയക്കോടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം തന്നെ മൂപ്പരിനെ വിളിച്ചിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് ഒരാളെ വിടാൻ വണ്ടിയും കൊണ്ട് അങ്ങനെ ഒരു ആളെ വിട്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗൾഫ് രാജ്യത്തൊരു വണ്ടിയിൽ AC പോലും വർക്കാത്തൊരു വണ്ടിയും കൊണ്ട് കൂട്ടാൻ വന്നിരിക്കുന്നു. അതിന് കോമഡി. നമ്മൾ ഫസ്റ്റ് ടൈം ഗൾഫിലെത്തിയിട്ട് ഗൾഫ് മടുത്ത് പോകുന്നൊരു ഇതുണ്ടാവില്ലേ, അതാണ് ഫസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ ലൈഫിൽ രണ്ടാമത്തെ മണ്ടത്തനാണത്. നമ്മളിപ്പം ബഹ്റൈനിലേക്ക് ഗൾഫ് കാണാൻ പോയിട്ട് നായ്ക്ക് വെള്ളം കിട്ടാത്ത കളി ഉണ്ടാവില്ലേ, ആ കളിയിലായി പോയി അവിടെ. അങ്ങനെയൊക്കെ കൂടി അണ്ണി പറഞ്ഞ് ഞാൻ ലാസ്റ്റ് അവിടെ എത്തി, റൂമിലെത്തി. നമ്മൾ പിന്നെ ജയിൽ പുള്ളികളുമായിട്ടാണ് പിന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റും തരും, മേലിന് ചോറിനും വേണ്ടി താഴത്ത് പോവുക, താഴത്തുനിന്ന് ചോറ് വാങ്ങിക്കൊണ്ടുവരിക, മേലെ പോയി തിന്നുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ 1 മാസം പോയി. 2-ാമത്തെ മാസം 3-ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ചോറായി. കാരണം വെച്ചാൽ ആ ഷോപ്പുള്ള കുറച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ കഫ്റ്റീരിയ പോകുമ്പോൾ ജൂനിയർ സീനിയർ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മളെ മേലുള്ള ചെക്കന്മാർക്ക് അഹങ്കാരം കൂടി, ഭയങ്കര MDM കാര്യമൊക്കെ ഉപയോഗിക്കുന്ന ചെക്കന്മാരായതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ നിന്ന്. അപ്പോൾ നമ്മളെന്താക്കി, ഭയങ്കര പ്രശ്നമാക്കി. അതിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കി. ഞാൻ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകുന്നു അവിടുന്ന്. ഗൾഫും കാണണ്ട അങ്ങനെയുള്ള മൈൻഡിലൊക്കെ ആയി. നമ്മൾ ഗൾഫാണല്ലോ മെയിനായിട്ട് പോയിരുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ചെക്കനൊക്കെ ഞാൻ പോകുന്നു പിറ്റത്തെ മാസം തന്നെ അവിടെ CD ഒക്കെ പിടിച്ച് ഞാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ചെക്കനെ, അത് വേറെ കാര്യം. അങ്ങനെല്ലൂടി അവിടെ ഗൾഫൊക്കെ നിർത്തി പോകുന്നതിന് ഒരിക്കലും ഗൾഫ് പോകില്ല എന്നുള്ള വാശിക്കാണ് നാട്ടിലെത്തിയത്. ഞാൻ നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ കേരളമല്ലേ, എങ്ങനെ പോയാലും സാലറി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ നിന്നാൽ വരെ കിട്ടുന്നത് 500, 450, 500 അല്ലെങ്കിൽ മാക്സിമം 700 റുപ്യ കിട്ടും.
പിന്നെ അത്ര വലിയ ഷെഫോ കാര്യമൊക്കെ ആണെങ്കിൽ മാത്രം 800 റുപ്യ അല്ല 1000, 1100, 1500 കിട്ടും. 1500 പറഞ്ഞാൽ ഷവർമ പണിക്കാർക്കൊക്കെ കിട്ടും, അല്ലാണ്ട് ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയല്ലൂടി ഞാൻ ഗൾഫൊക്കെ നിർത്തി വന്ന് നാട്ടിലെന്താക്കി വേറെ ഇപ്പം അക്കൗണ്ട്സാണ് പഠിച്ചത്. അക്കൗണ്ട്സ് പഠിച്ച ഫീൽഡ് നോക്കുമ്പോൾ 8000 റുപ്യ, 6000 ഈ സാലറിക്ക് എൻ്റെ ബുള്ളറ്റിൽ എണ്ണടിക്കാൻ സാലറിയില്ല. വണ്ടിയിൽ എണ്ണടിക്കാനേ പൈസ വേണ്ട ആട്ട് പോകണമെങ്കിൽ അതിനുള്ള പൈസ ഇതിന് കിട്ടില്ല. അങ്ങനെ എന്താക്കി ഒരു കഫ്തീരിയ കയറി, കഫ്തീരിയ അല്ല കോഫി ഷോപ്പ് കയറിയപ്പം 500 റുപ്യ ഡെയിലി മാക്സിമം. എങ്ങനെയാണ് 500 റുപ്യ. അത് പിന്നെ ഒന്ന് സംസാരിച്ചപ്പോൾ 550 ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എന്താക്കി ഞാൻ പറഞ്ഞു ഇത് പറ്റൂല. കാരണം എന്താ, നമുക്ക് നമ്മളെ ചിലവും കാര്യമൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ, നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ ഈ 550 റുപ്യക്ക് 500 റുപ്യക്ക് കേരളത്തിൽ പണിയെടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഞാനിതാക്കി നേരെ ഒരു തട്ടുകടയിൽ കയറിയപ്പോൾ കുഴപ്പമില്ല, 700 റുപ്യയും വണ്ടിക്കൂലിയും, 700 റുപ്യയും ഫുഡും പിന്നെ വണ്ടിക്കൂലിയും ഉണ്ട്. അപ്പം നമുക്ക് എന്താ പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം. പിന്നെ നമ്മൾ അങ്ങനെ എല്ലോടി അവിടുന്ന് 700 റുപ്യയും കാര്യമൊക്കെ കിട്ടി. അപ്പം കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് പോകണമാണ്. നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, കാരണം വെച്ചാൽ നമ്മളെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നാട്ടിൽ നിന്ന് കാര്യമില്ല. കാരണം 700 റുപ്യ കൂലിപ്പണിക്കും കാര്യത്തിനും പോയിട്ട് കാര്യമില്ല, ലൈഫ് എവിടെ എത്താൻ പോകുന്നില്ല. ഒന്നാമത് നമ്മളെ കേരളത്തിലാണ്, അതിപ്പോൾ ഏത് പാർട്ടി വെച്ചിട്ടും കാര്യമൊന്നുമില്ല, നമ്മളെ കേരളമാണ്, മാറാനും പോകുന്നില്ല. സാധനത്തിനൊക്കെ വില കൂടുകയെന്നല്ലാണ്ട് നമ്മളെ സാലറിയും കാര്യമൊക്കെ കുറയാന്നല്ലാണ്ട് കൂടാനൊരു ഓപ്ഷനും ഇല്ല നമ്മളെ കേരളത്തിൽ. അങ്ങനെയല്ല ഇവിടെ ഞാൻ എന്താക്കി പുതിയ വിസ തപ്പി ഇങ്ങനെ എത്തിയത്. അത് നമ്മളൊരു കുടുംബക്കാരെ യൂറോപ്പിൽ തന്നെ നമുക്ക് ദുബായിൽ കിട്ടി, ദുബായ് അജ്മാനിൽ കിട്ടി. ജർഫ് 1 അവിടെ ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു, ഒരു വർഷത്തിനടുത്താണ്, 1.5 വർഷത്തിനടുത്തുണ്ടായിരുന്നു. അപ്പം ഇത് 3ാമത്തെ കൊണ്ടതരാ അവിടെ പോയത്. അതും ഞാൻ നേരെ പോയത് ആദ്യം കഫ്തീരിയക്ക്. കാരണം നമുക്ക് വേറെ പണി പഠിച്ചതാണ് അക്കൗണ്ട്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ആൾക്കാരെ വേണ്ടാനും കിട്ടുന്നതാണ് സാലറി ഇല്ലാണ്ട്. സാലറി 1500, 1800 കിട്ടുക ഏത് അക്കൗണ്ട്സിന് കയറുന്നവർക്ക് തന്നെ. അപ്പോൾ അതിനും നല്ലതല്ലേ ഈ കഫ്തീരിയ പണിക്ക് പോയാൽ 1800, 2000 ദിർഹംസിനടുത്ത് കിട്ടും. 1300, 1400 കിട്ടിയാലും അതിൽ ബാക്കി എന്താക്കും ഫുഡ് കാര്യങ്ങൾ എല്ലാം അടിഞ്ഞാലും നമുക്ക് 1300, 1400 റുപ്യ നമ്മളെ കയ്യിലുണ്ടാവും. അങ്ങനെയല്ല ഇവിടെ ഞാൻ ആ വിസക്ക് പോയി അജ്മാനിൽ അവിടെ എത്തി. അൽഹംദുലില്ലാ റാഹത്ത് പണിയാണ്. ഒരാളെ കൊണ്ട് ഇടങ്ങേറും, ഒരാൾമാരെ കൊണ്ട് ഇടങ്ങേറും, അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമായിരുന്നു. അറബിൻ്റെ ഷോപ്പായിരുന്നു. അങ്ങനെ എല്ലൂടെ നമ്മൾ ഒരു വർഷത്തിൻ്റെ അടുത്ത് നിന്ന് 8 മാസത്തിനടുത്ത് നമുക്ക് കറക്റ്റ് സാലറി കിട്ടി. 3-ാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സാലറി കിട്ടിയിരുന്നു. പിന്നെ 8ാമത്തെ മാസം കഴിഞ്ഞാൽ തൊട്ട് സാലറി മുടങ്ങി. ഫസ്റ്റ് മാസം മുടങ്ങി, 2ാമത്തെ മാസം മുടങ്ങി, 3ാമത്തെ മാസം മുടങ്ങി. അങ്ങനെ 4 മാസത്തിനടുത്ത് നമുക്ക് സാലറി മുടങ്ങി. ഇപ്പോഴും കിട്ടിയിട്ടില്ല പൈസ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയും തരാമെന്ന് പറഞ്ഞ് നീട്ടി 4 മാസത്തിനടുത്ത് പോയി സാലറി ഒന്നുമില്ല. കാരണം അറിഞ്ഞ് പോകുമ്പോൾ എന്താ മൂപ്പരെന്തോ ക്രിപ്റ്റോ കറൻസിയിലെങ്ങാനും പൈസ ഇട്ടെങ്ങാനും കുറേ പോയി, ഭയങ്കര ചോറായി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയ പക്ഷേ എന്നാൽ നമ്മൾ നാട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞപ്പം അടുത്ത ചോറ, നമ്മളെ വിസക്ക് പൈസ വേണം. ആലോചിക്കണം ഓരോ ഇടങ്ങേറൊന്ന് പെടുന്നതേ, എല്ലാം കൂടി നമ്മളെ തലയും കൊണ്ട് വരികയാണ്. ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്ന മണ്ടത്തരങ്ങളാണ്. കാരണം നമ്മളെന്താക്കുന്നത് നാട്ടിൽ മര്യാദയ്ക്ക് ഉള്ള 700 റുപ്യക്കാണെങ്കിൽ നിന്നാൽ മതി, പക്ഷെ നമ്മളത് ചെയ്യൂല. നമ്മളെന്താക്കും ആ ലൈഫും സെറ്റിൽ ആവണമല്ലോ, അതാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത്. അത് വിചാരിച്ചെങ്ങനെ നമ്മൾ കയറുന്നത്. അങ്ങനെയാണ് നമ്മൾ ദുബായി പോയിരുന്നത്. നമ്മൾ അത്യാവശ്യം 2 വരെ നിന്നാലും അൽഹംദുലില്ലാ റാഹത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലെത്താനും. പക്ഷേ ഇത് 8 മാസം നമുക്ക് സാലറി കിട്ടിയിട്ടുള്ളൂ. 9ാമത്തെ മാസം തൊട്ട് നമുക്ക് സാലറി പെൻഡിങ്. അങ്ങനെ 4 മാസത്തിനടുത്ത് സാലറി പെൻഡിങ് ആയി. നമ്മളെ കാര്യങ്ങളൊക്കെ അടവ് കുറികൾ അത് ഇതെല്ലാം മുടങ്ങി. ഞാൻ നാട്ടിൽ പോകുമ്പോൾ തന്നെ ഉറുപ്പില്ലാണ്ട് നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്നു. പിന്നെ എന്തോ ഭാഗത്തിന് നാട്ടിലെത്തുമ്പോൾ കുറി അടിച്ചത് കൊണ്ട് റാഹത്തായിട്ട് നാട്ടിൽ നിന്ന് കുറച്ചാലും നിൽക്കാനുള്ള പൈസ കയ്യിലുണ്ടായിരുന്നു. അതാണ് അവിടെ നിന്ന് വന്ന അവസ്ഥ. അങ്ങനെ എല്ലാം അവിടെ കുടുങ്ങി. സാലറി ഇല്ല, ടിക്കറ്റ് ഇല്ല, എല്ലാം നമ്മൾ പിന്നെ കയ്യിൽ നിന്ന് നാട്ട് പൈസ അയപ്പിച്ച് ഞാൻ വരേണ്ട അവസ്ഥ വന്ന്. ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി. നാട്ടിൽ തന്നെ ഇനി എങ്ങോട്ടും പോകുന്നില്ല, നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിലെത്തി ഞാൻ പണി തപ്പുമ്പം സാലറി ഇല്ല. കാരണം ഒരു ഗൾഫുകാരൻ നാട്ടിലെത്തിയാൽ ഈ 500 റുപ്യ, 400 റുപ്യ, 200 റുപ്യ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. കാരണം നമ്മളിപ്പോൾ പണ്ട് ആദ്യം നമുക്ക് 500 റുപ്യക്കാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റുമായിരുന്നു.
ഇപ്പം നമുക്ക് ഗൾഫിൽ നിന്ന് ആ പൈസേനെ കൊണ്ട് നമ്മൾ ദിറംസും കൊണ്ട് കളിച്ച് ഞാൻ നാട്ടിലെത്തിയിട്ട് ഈ ഇന്ത്യ റുപ്പീസും കൊണ്ട് കളിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മുടെ ചിലവ് ഇങ്ങനെ ആവുക. ഡെയിലി ഒന്ന് പുറത്തിറങ്ങുന്നതിന് 2, 3, 4 പറഞ്ഞാണ്ട് പോവാണ് പൈസ. അങ്ങോട്ട് വരവില്ലാനും. അങ്ങനെ എല്ലാം കൂടി നമ്മൾ പറ്റൂലെന്ന് വിചാരിച്ചു നാട്ടിൽ. അങ്ങനെ എന്താക്കി അമ്മോൻ്റെ കെയർ ഓഫിൽ നമുക്ക് കർണാടകയിൽ പണി കിട്ടി. അതേമാതിരി തന്നെ ഹോട്ടൽ ഫീൽഡ് തന്നെ. വേറെ ഫീൽഡിൽ പോയിട്ട് കാര്യമില്ല, ക്യാഷറും കാര്യമൊക്കെ കണക്ക് തന്നെ. 250 രൂപ 300 രൂപ നമ്മുടെ കേരളത്തിൽ കിട്ടി. എന്തിനു പോവാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓരോരുത്തർ ഞാൻ എന്തിനാണ് പോകുന്നതെന്നുള്ള നാട്ടിൽ. അങ്ങനെ അവിടെ പോയപ്പോൾ എന്താക്കി സാലറിയും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് ഇനി നിൽക്കുക, എന്തായാലും കുറച്ച് ഞാൻ ഒരു പീസ് അങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നിൽക്കുകയാണല്ലോ, അപ്പോൾ നിൽക്കുക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നിന്ന് കുഴപ്പമില്ലാണ്ട് 700 റുപ്യ പിന്നെന്താ റൂം ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിക്കുന്നു, പ്രശ്നമില്ല. പിന്നെ മുതലാളിമാരെ കൊണ്ട് കുറച്ച് കുറേ കാര്യങ്ങളൊന്നുമില്ല, റാഹത്ത് പണിയാണ്, വലിയ തിരക്കോ കാര്യമൊന്നുമില്ല. നമ്മളെ ഇഷ്ടംപോലെ നല്ല സ്നേഹമുള്ള മുതലാളിമാരും കാര്യമൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊക്കെ കൂടി നമ്മൾ ഒരു മാസം നിന്ന്, കാരണം നമ്മളെ കുറേ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പത്തിനേക്കുമ്പോൾ എന്തൊക്കെ വിസ വന്ന്, പുതിയ വിസ. അതെങ്ങോട്ടാ? അത് ഇതാക്കുന്ന ഇവിടെ ഖത്തറിലേക്ക്. ഇപ്പം ഇതാക്കുന്ന ഇവിടെ ആ വിസയിലപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് നമുക്ക്. ഇതുവരെ പണിയും കാര്യമൊന്നും റെഡി ആയിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുന്നുണ്ട്, വാപ്പൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇനി അടുത്ത മാസമാണ് ലൈസൻസും കാര്യം എടുക്കേണ്ടത്. ലൈസൻസും കാര്യം എടുത്താലേ നമുക്ക് പണിയും കാര്യമൊക്കെ ഓക്കെ ആയി 100% അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നിൽക്കുന്നത്. അപ്പം ദയവായിട്ട് നാട്ടിൽ നിൽക്കുന്നവർ എങ്ങനെയും നാട്ടിൽ തന്നെ പിടിച്ചിക്കാൻ നോക്കുക ഗൈസ്. ഇതിൻ്റെ ഇടയിലൊക്കെ വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ദുബായിലെ ടൈമിന് ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പഠിക്കാൻ പോയി, ട്രേഡിങ്ങിന് തന്നെ. ആദ്യം ഞാൻ 50,000 റുപ്യ കൊടുത്തെങ്ങാനാണ് പഠിച്ചത്. കാര്യം എല്ലാം പഠിച്ചെന്നുള്ള കോൺഫിഡൻസിൽ എന്താക്കി ട്രേഡും കാര്യമൊക്കെ എടുത്തെങ്ങാൻ വട്ടത്തിൽ മൂഞ്ചി. 1 റുപ്യ പ്രോഫിറ്റ് ഇട്ടാണ്ട് 50,000 റുപ്യ 2-3 ദിവസത്തിനുള്ളിൽ വെള്ളത്തിൽ പോയി. വീണ്ടും കൊണ്ടുപോയിട്ട് 50,000 ഇട്ട്, അതും വെള്ളത്തിൽ പോയി. കാരണം നമ്മളെ മൈൻഡിന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. നമ്മളെ മൈൻഡിൽ എന്തായിരിക്കും നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നു, നമ്മളെല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് നമ്മളെ മൈൻഡിൽ നമുക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ നമ്മളെന്താക്കും പിന്നെ ട്രേഡ് ഇടുന്നത് ലോസ് വരുന്നത്. അങ്ങനെ നമ്മൾ 1,00,000 റുപ്യൻ്റെ അടുത്ത് അങ്ങനെ പോയി. പിന്നെ നമ്മളൊരു 50,000 ഇട്ട് നമുക്ക് പിന്നെ ഇടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മൾ ലൂപ്പ് പെട്ടുപോയി. നമ്മൾ 50,000 ഇട്ട്, പക്ഷേ 50,000 കൊണ്ട് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നമ്മൾ എന്താക്കി പോയതെല്ലാം നമ്മൾ തിരിച്ച് പിടിച്ചപ്പോൾ എന്താക്കി പിന്നെ ഈ അടുത്ത് നമുക്ക് ഗോൾഡിനൊക്കെ റേറ്റ് പെട്ടെന്ന് കൂടിയ ടൈമില്ലേ, ആ ടൈമിൽ നമ്മൾക്ക് എന്താക്കി നല്ലൊരു ലോസ് വന്ന് നമ്മളെ അക്കൗണ്ട് തന്നെ എന്താക്കി അടിച്ചു പോയി. കാരണം നമുക്ക് നഷ്ടവും കാര്യമൊന്നും വരാണ്ട് തന്നെ അത് പോയി. പിന്നെ നമുക്ക് എന്താക്കി ട്രേഡ് എടുക്കണമല്ലോ എന്നുള്ളതിൽ എന്താക്കി നമ്മൾ ട്രേഡിങ്ങിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെയും നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്താക്കി വേറെ പൈസയും കാര്യം സാലറി കാര്യം കിട്ടാത്ത ടൈമാണ് ടൈമിങ്. അപ്പോൾ നമ്മളെന്താക്കി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ ഏൽപ്പിച്ചിട്ട് അതിൽ പൈസ ഇട്ട് 40,000 റുപ്യേൻ്റെ അടുത്തിട്ട്, അതിൽ 40,000 റുപ്യേൻ്റെ അടുത്തിട്ട് അതെന്താക്കി ഒറ്റ ദിവസത്തിനുള്ളിൽ, ഒരു ദിവസം വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ ഫണ്ട് അതൊന്ന് പോയി. കാരണം എന്താ, അന്നൊരൊറ്റ ദിവസത്തെ ഗോൾഡിൻ്റെ വോളിയം കാരണം എന്താക്കി എൻ്റെ അക്കൗണ്ടിൽ പൈസ മൊത്തം അടിച്ചടി പോയി. കാരണം ഞാനന്ന് നാട്ടിൽ വരുന്ന ടൈമിനാണ് ഞാനിത് ചെയ്ത് തന്നെ. അപ്പോൾ ആ ടൈമിന് നമ്മൾ എന്താക്കി ഈ ലണ്ടൻ ടൈം അങ്ങനത്തെ ഒരു ടൈമും കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിന് ട്രേഡും കാര്യം നോക്കാണ്ട് ട്രേഡ് എടുക്കുകയും ചെയ്തു പോയി. അതും പോരാത്തതിന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല. അത് വെക്കാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ആ പൈസ ഫുള്ള് അടപടലം പോയി. അങ്ങനെല്ലാം കൂടി ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരിക പറഞ്ഞാൽ ഇപ്പോൾ 40,000 റുപ്യേൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ടോട്ടൽ ലോസ് നോക്കുകയാണെങ്കിൽ 1.5 ലക്ഷത്തിനടുത്ത് നമുക്കിപ്പോൾ അതിൽ നഷ്ടം വന്നു. ആകെ 8 മാസം എനിക്ക് സാലറി കിട്ടിയത് ഗൾഫിൽ പോയിട്ട്, ദുബായി പോയിട്ട്. ആ 8 മാസത്തിനുള്ളിൽ പല കാര്യങ്ങളും നടക്കുകയും ചെയ്ത് 1.5 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇതിൽ ലോസ് വരികയും ചെയ്തു. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം എന്നും പറഞ്ഞിട്ട് തന്നെ ഇപ്പോഴും ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ശരിയാവും. കാരണം ഇതിൽ തന്നെ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗാംബ്ലിംഗ് ആണ്, അതേമാതിരി തന്നെ ഇത് ഫേക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയതായത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇതിലുണ്ട് കുറച്ച് ഇതിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ശരിയാവില്ല എന്നുള്ളത് പഠിച്ചുകൊണ്ട് കയ്യിലാണ്, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെ. ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ ശരിയാവാൻ മതി, ചാൻസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇതാക്കുന്നു ചുറ്റി തിരിഞ്ഞ് ഞാനിപ്പോൾ അടുത്ത ഖത്തറിലെത്തി.
എന്തായാലും എൻ്റെ ഈ ഒരു ഏജിൽ തന്നെ ഞാനിപ്പോൾ 3 കൺട്രികൾ ചുറ്റി. ഖത്തർ, ദുബായ്, അതേമാതിരി തന്നെ ബഹ്റൈൻ. എൻ്റെ ഈ ഒരു ഏജിൽ തന്നെ ഞാൻ ഈ 3 കൺട്രികൾ ഇപ്പോൾ ചുറ്റി മൊത്തത്തിൽ. അത് പണിക്കായിക്കോട്ടെ എന്തിനോ ആയിക്കോട്ടെ ചുറ്റൽ ചുറ്റിക്കുന്നു. അപ്പോൾ പരമാവധി ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റിൽ ആകാൻ നോക്കുക. പറ്റാത്തവർ മാത്രം കയറി ഇങ്ങോട്ട് പോരുക, അത്ര തന്നെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ഇതിന് നല്ല വ്ളോഗായിട്ട് ഇനി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിനെപ്പറ്റി ഇനി പറയാനല്ല, അത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം.